കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ട്രിവാൻഡ്രത്തുള്ള സത്യൻ നഗറിൽ നടന്ന ക്രൂസൈഡിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദറിനെ കർത്താവ് വളരെ ശക്തിയോടെ അവിടെ ഉപയോഗിച്ചു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവും ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങളും അവിടെ ഉണ്ടായി. ഇന്ന് നമ്മളത് കേൾക്കുകയും കാണുകയും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. കാരണം അവിടെ നടന്ന അത്ഭുതങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനും കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് അന്ന് കേട്ട സന്ദേശം അവിടെ ഉള്ളവർക്ക് അനേകർക്ക് മാനസാന്തരത്തിന്, അനുഗ്രഹത്തിന് കാരണമായി. ഒരുപാട് മദ്യപാനികൾ അവിടെ മാനസാന്തരപ്പെട്ട് മദ്യപാനം വിട്ടു, മയക്കുമരുന്നിൽ നിന്നൊക്കെ പിടിവിട്ട് പൂർണ്ണമായി സ്വാതന്ത്ര്യം അവിടെ പ്രാപിച്ചു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ വിടുതൽ ലഭിക്കും. കാരണം മദ്യപാനികളെ വിടുവിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കുന്ന എൻ്റെ യേശുവിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥനയോടെ, യേശുവെ, എനിക്കും ആ അത്ഭുതം വേണം, എനിക്കും ആ സാക്ഷ്യം പറയുവാനിടയാകണം, എനിക്കും ആ വിടുതൽ വേണമെന്നുള്ള ആഗ്രഹത്തോടെ വേണം ഇന്ന് ഈ സന്ദേശം കേൾക്കുവാൻ. നമുക്കതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 8:4 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എങ്ങനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? എങ്ങനെയാണ്? ദൈവത്തെക്കാൾ അല്പം മാത്രം, ലിറ്റിൽ ലോവർ ദാൻ ഗോഡ്. ആമേൻ, ആമേൻ. ദൈവിക പവർ ഉള്ളവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അടുത്ത വാക്യം, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. എന്തോ അണിയിച്ചു? ഉറക്കപ്പറ, തേജസ്. ആമേൻ. ആ നഷ്ടപ്പെട്ട തേജസ്സാണ് മനുഷ്യരൂപത്തിൽ ഇവിടെ ഇറങ്ങി വന്ന യേശു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഒരു വ്യക്തി യേശുവേ എന്ന് വിളിച്ചാൽ മതി. ഇന്ന് ഞാൻ ഈ പറയുന്ന ഒന്നും കൂടുതൽ മനസ്സിലായില്ലേലും കുഴപ്പമില്ല. യേശുവിന് ഹൃദയം കൊടുത്താൽ നഷ്ടപ്പെട്ട തേജസ് അകത്ത് വരും. ഭയം നിന്നെ വിട്ടുമാകും, നിരാശ വിട്ടുമാറും, മരണഭയം വിട്ടുമാറും. ഇന്ന് മരിച്ചാൽ ഞാൻ എവിടെ പോകുമെന്നുള്ള ചിന്ത വിട്ടുമാറും. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ നിരാശയും ഭയവും വിട്ടുമാറി ഇന്ന് രാത്രി വാഴുന്ന വ്യക്തിയായിട്ട് നീ മാറും. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വീണ്ടും ഓർപ്പിക്കട്ടെ, പല ഉന്നത സ്ഥാനങ്ങളിലും ഇരുന്ന് ഭരണം തിരിക്കുന്ന ഭരണകർത്താക്കൾ അവർ വന്നിട്ട് പറയും, ഞാൻ ഒരു വലിയ രാജാവാ, ഞാൻ ഒരു വലിയ രാഷ്ട്രീയ അധികാരിയാ, പക്ഷേ എന്നെ പലതും ഭരിക്കുന്നു. ഇന്ന് രാത്രി ദൈവ പൈതലെ, നിന്നെ ഇനി ഒന്നും ഭരിക്കാതെ വണ്ണം പാപത്തിൻ്റെ ചങ്ങല, മദ്യപാനത്തിൻ്റെ കെട്ടുകൾ, നിരാശ, കുടുംബ തകർച്ച, പാപം ചങ്ങല കെട്ടുകൾ മുഴുവൻ ഇന്ന് രാത്രി പൊട്ടിച്ച് നിന്നെ ഫ്രീ ആക്കുന്ന, ഒരു ജയാളിയാക്കുന്ന, ഒരു വാഴുന്ന വ്യക്തിയാക്കുന്ന യേശുവിന്റെ അത്ഭുതകരം ഇന്ന് രാത്രി ഇവിടെ നീളുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. അടുത്ത വാക്യം, നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. On all creations, ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചോ അതിന്റെ മുഴുവൻ അധികാരം അവന് കൊടുത്തു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, തേജസ്സിന്റെ കൂടെ ഉള്ളതാണ് വാഴ്ച. പറഞ്ഞാട്ടെ. സോ ഇന്ന് രാത്രിയിലത്തെ സന്ദേശം ഇതാണ്, ഗ്ലോറി ആൻഡ് ഡൊമിനിയൻ, തേജസ്സും വാഴ്ചയും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്ത വാക്യം, നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കി. സകലത്തെയും അവന്റെ കാൽ കീഴാക്കി. ഇന്ന് രാത്രി നീ എന്തിൻ്റെയൊക്കെ കാലിൻ്റെ കീഴിലാണോ അവിടുന്ന് വെളിയിൽ കൊണ്ടുവന്ന് നിന്നെ കീഴ്പ്പെടുത്തുന്നത് എന്തൊക്കെയാണോ അതിനെ നീ കീഴ്പ്പെടുത്തും. നിന്നെ കീഴ്പ്പെടുത്തി വെച്ച മദ്യക്കെട്ടുകൾ നിന്റെ കാൽ കീഴിലാവും. നിന്നെ ബന്ധിച്ചു വെച്ച പാപചങ്ങലകൾ നിന്റെ കാൽ കീഴിലാകും. നിന്നെ ബന്ധിച്ചു വെച്ച ഭയം നിന്റെ കാൽ കീഴിലാകും. നീ വാഴാൻ പോകുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഓ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയും, വാഴുന്നവർ സിംഹാസനങ്ങളിലല്ല, വാഴുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. വാഴുന്നവർ അതേ ഉന്നത സ്ഥാനങ്ങളിലല്ല, സകലത്തെയും വാഴുന്നവർ ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. മരണഭയത്തെ വാണവർ, നിരാശയെ വാണവർ, ഓ പാപചങ്ങലകളെ വാഴുന്ന ദൈവമക്കൾ ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാം. വായിക്കാം. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഇതേ വേദഭാഗം തുടർന്ന് പാപം ചെയ്ത് കഴിഞ്ഞുള്ള സ്ഥിതിയെക്കുറിച്ച്, ഇങ്ങനെ അധികാരമുണ്ടായിരുന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ്റെ വാഴ്ച
നഷ്ടപ്പെട്ടു പോയി. നമുക്ക് എടുക്കാം എബ്രായ ലേഖനം 2-ാം അധ്യായം. എബ്രായ ലേഖനം 2-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ പറയാണ്, പക്ഷേ ഈ വാഴ്ച ഉണ്ടായിരുന്നവന് പാപം ചെയ്തോടെ വാഴ്ച നഷ്ടപ്പെട്ടു. വായിക്കാം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? 8-ാം സങ്കീർത്തനത്തിൽ എന്ത് എഴുതിയോ അതിവിടെ എടുത്തു പറഞ്ഞിരിക്കുക. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഇപ്പൊ വായിച്ചത് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. നീ പ്രവൃത്തി സൃഷ്ടിച്ച സകലത്തിനും നീ അവനെ അധിപതിയാക്കി, ആധിപത്യം കൊടുത്തു, ഡൊമീനിയൻ കൊടുത്തു. സകലവും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയും എന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യം. സകലവും അവനെ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടില്ല. ദൈവം സകലത്തെയും മനുഷ്യന്റെ കീഴിലാക്കി, ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടില്ല. അടുത്ത വാക്യം. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞുള്ള അവസ്ഥ പറയാം. ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല, മറിച്ച് അവൻ സകലത്തിനും കീഴ്പ്പെട്ടിരിക്കുക. അടുത്ത വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. എന്നാൽ ഇന്ന് രാത്രി ഗുഡ് ന്യൂസ് പറയട്ടെ. നിന്റെ ഭവനത്തെ വാഴുകയാണോ? ജീവിതത്തെ സകലവും വാഴുകയാണോ? ഗുഡ് ന്യൂസ് ഫോർ യു. എൻ്റെ ജീവിതം പാപത്താലും മദ്യത്താലും ഈ ലോകമോഹങ്ങളാലും വാഴപ്പെട്ടവനായി തകർന്നൊരു വ്യക്തിയാണ്. എൻ്റെ കുടുംബം നിരാശയിലും ശാപത്തിലും അവയെല്ലാം എൻ്റെ ഭവനത്തിൽ തകർന്നൊരു ഭവനമായിരുന്നു. എന്നാൽ ഗുഡ് ന്യൂസ്, എന്നാൽ ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. ആർക്കു വേണ്ടിയാണ് യേശു മരിച്ചത്? ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല, പിന്നെ എല്ലാവർക്കും വേണ്ടി. ഉറക്കെ പറഞ്ഞാട്ടെ, എല്ലാവർക്കും വേണ്ടി. ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയോടും, TV പ്രോഗ്രാമിലൂടെ ലോകരാജ്യങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്നവർ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിനക്കു വേണ്ടിയും ഈ തേജസ് മടക്കി തരാനുള്ള പദ്ധതി ദൈവം ഒരുക്കി. എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ. ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ആ യേശു മരിച്ച് അടക്കപ്പെട്ട ഒരു മനുഷ്യനായി വന്നു. മനുഷ്യന് പകരം മനുഷ്യനായി വന്നു. എൻ്റെയും നിങ്ങളുടെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ എങ്ങനെയാ വന്ന്? തേജസ്സോടുകൂടെ ഉയർത്തു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളിങ്ങനെ വായിക്കുന്നു, കല്ലറയിൽ 3-ാം നാൾ രാവിലെ ചെന്നപ്പോൾ യേശുവിനെ ധരിപ്പിച്ചിരുന്ന വസ്ത്രം അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നു. യേശുവിനെ കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അവരുടെ കണ്ണ് മഞ്ചുന്ന പോലെ സൂര്യശോഭയിൽ കണ്ടു. ഇന്നൊരു കൊച്ചുമോൻ വെന്റിലേറ്ററിൽ കിടന്ന് യേശുവിനെ കണ്ട മോൻ ഇവിടെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? സൂര്യപ്രകാശം പോലെ യേശുവിൻ്റെ മുഖം വിളങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തേജസ് പ്രാപിച്ച ഉയർത്തെഴുന്നേറ്റ് യേശു, യേശു ഇന്ന് ഈ വാക്കുകളിലൂടെ ഇവിടെ വരുന്നു. ആ യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയും തേജസ്സിലേക്ക് പോവുകയാണ്. മദ്യത്തിൻ്റെ ഇരുട്ട് പൊട്ടിമാറും, ശാപത്തിൻ്റെ ഇരുട്ട് പൊട്ടിമാറും, മരണഭയത്തിൻ്റെ ഇരുട്ട് പൊട്ടിമാറും. ഇന്ന് രാത്രി യേശുവെ എന്ന് വിളിക്കുമ്പോൾ നീ ഒരു അത്ഭുത വ്യക്തിയായി മാറും. അതാണ് അടുത്ത വാക്യം. അനേകം പുത്രന്മാരെ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അനേകം പുത്രന്മാരെ എങ്ങോട്ട് നടത്തുകയാണ്? തേജസ്സിലേക്ക് നടത്തും. എങ്ങോട്ട് നടത്തുകയാണ്? നഷ്ടപ്പെട്ട തേജസ്. ഇന്ന് നമ്മുടെ പുറം ശരീരത്തിലല്ല തേജസ് വരുന്നത്, നമ്മുടെ ഉള്ളിലാണ്. എന്നാൽ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മുടെ ഈ ശരീരവും രൂപാന്തരപ്പെട്ട് യേശുവിനെ പോലെ തന്നെ തേജസ്സേറിയതായി മാറും. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുത്ത ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, അകത്ത് പുതിയൊരു വെളിച്ചം കത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ ഭൂമിയിൽ വാഴുന്നു. യേശുവിനെ സ്വീകരിച്ച ദൈവമക്കൾ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? വാഴുന്നു. ഉറക്കെ പറഞ്ഞാട്ടെ, വാഴുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയാം, നിന്നെ ഇപ്പം തകർക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒന്നും നിന്നെ തകർക്കത്തില്ല. നിന്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന വിഷയമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ മാറ എന്ന് പറഞ്ഞാൽ അത് നിന്നെ തകർക്കത്തില്ല. നീ അതിനെ മാറ്റിവിടും. നിന്നെ ഒരു അത്ഭുത വ്യക്തിയായിട്ട് കർത്താവ് മാറ്റുക. ഇന്ന് രാത്രി ഇവിടെ കുഞ്ഞുങ്ങൾ കൈവച്ചപ്പോൾ, ഇന്നലെ രാത്രി രോഗികൾ സൗഖ്യമായെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ഇന്ന് അധികാരിയായി വാഴ്ച ഉള്ള വ്യക്തികളായി മാറിയിരിക്കുകയാണ്. യേശു പറഞ്ഞ എൻ്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ദുരാത്മാക്കൾ ഇറങ്ങി ഓടും. എൻ്റെ നാമത്തിൽ നിങ്ങൾ കൈവെക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ കണ്ണാലെ കണ്ടില്ലേ ഈ യേശുവിനെ? ഇന്ന് രാത്രി എത്ര പേർ തങ്ങളുടെ ജീവിതത്തിലേക്ക്
അത് എൻ്റെ രാജാവാണ്, എൻ്റെ കർത്താവാണ് യേശു എന്ന് എത്ര പേർ പറയും? അവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ കൈകൾ അത്ഭുതത്തിൻ്റെ കൈകളാണ്. ചാടി എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്നും നിന്നെ വാഴത്തില്ല, ഒന്നും നിന്നെ തകർക്കത്തില്ല. നിന്നെ വാണുകൊണ്ടിരുന്നതിനെ മുഴുവൻ നീ വാഴും. നിന്നെ കാൽക്കീഴിലാക്കാൻ ശ്രമിച്ചതിനെ മുഴുവൻ നീ കാൽക്കീഴിലാക്കും. ആ കടബാധ്യതയിൽ നീ തകരുമെന്ന് നീ വിചാരിക്കുന്നു, തകരത്തില്ലെന്ന് മാത്രമല്ല, എവിടെ തകരുമെന്ന് കരുതിയോ അവിടെ കർത്താവ് നിന്നെ നിർത്തുവാൻ പോകുകയാണ്. ആ ശ്യാം എന്ന് പറഞ്ഞ സഹോദരൻ, തൻ്റെ ശരീരം പുഴു ഇറങ്ങി വരുന്ന ആ മകൻ ഇന്ന് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ അത്ഭുതവാനായി നിർത്തിയെങ്കിൽ, കടബാധ്യതയിൽ തകർന്ന വ്യക്തി വാഴുന്നവനാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുത്ത ഓരോ മക്കളോട് ഞാൻ പറയാം, നിന്റെ ജീവിതം ഒരു അത്ഭുതമായിരിക്കും. എൻ്റെ ഭവനത്തെ നിരാശ വാണു, തകർച്ച വാണു, രോഗം വാണു, തലമുറയായി ശാപമാണെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിലെ വെളിച്ചം ഉദിച്ചു, തേജസ് ഉദിച്ചു. യേശുവിൻ്റെ നാമം ഇന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ അത്ഭുത വെളിച്ചം വരികയാണ്. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിന് നന്ദി പറയാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? ഈ സന്ദേശം കേട്ട് അനേകര് അവിടെ അത്ഭുതകരമായി സൗഖ്യമായി, അനേകര് വിടുവിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. സൃഷ്ടിക്കുന്ന കർത്താവ് ജീവിക്കുന്നു, ഇന്നും സൃഷ്ടികർമ്മം ചെയ്യുന്നു. എൻ്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സഹോദരിയുടെ ലങ്സിലൊന്ന് രോഗം വന്ന് ലങ്സ് ഡാമേജ് ആയി പോയായിരുന്നു. അത് ആ ലെഫ്റ്റ് ലങ്സ് മുഴുവനും മുറിച്ച് മാറ്റിയായിരുന്നു. ലെഫ്റ്റ് ലങ് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു മാറ്റി. അങ്ങനെ മുറിച്ചു മാറ്റി ഒന്ന് വീണ്ടും ഉണ്ടാകുമോ? ഉണ്ടാവും. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് സൃഷ്ടിക്കുന്ന കർത്താവ്. ഈ മക്കൾ പ്രാർത്ഥിച്ചു. ഈ സിസ്റ്ററിൻ്റെ മോൾ ഒരു ഡോക്ടറാണ്. തുടർന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സിസ്റ്ററുണ്ടായ ബുദ്ധിമുട്ടുകൾ മാറി. ഞാൻ ഇന്നാൾ ഈ സാക്ഷ്യം കേട്ട ആ ഡോക്ടർ മോള് ചെക്കപ്പ് ചെയ്തപ്പോൾ എങ്ങനെ മറ്റേ വശത്ത് ശ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കുന്നോ അതുപോലെ തന്നെ മുറിച്ചു മാറ്റിയ സ്ഥലത്തും ലങ്സ് പ്രവർത്തിക്കുന്നു. അങ്ങനെയായിരുന്നു. 2006 ഒരു ട്യൂമർ വന്നിട്ട് ലെഫ്റ്റ് ലങ് ഡാമേജ് ആയിപ്പോയായിരുന്നു. അങ്ങനെ അത് മുഴുവനും മുറിച്ച് മാറ്റി. അതിനുശേഷം 2009 ഞാൻ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു മീറ്റിങ്ങിന് കടന്നു വന്ന് ഒരു വീട്ടിൽ 15 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇരുന്നപ്പോൾ ആ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബ്രദറിനോട്, ഞാൻ ആരോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ചർച്ചിൽ കടന്നു വന്നെങ്കിലും എൻ്റെ വിഷയങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു. ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബ്രദറിന് ഇങ്ങനെ വിഷൻ കിട്ടി, ഒരു കൂമ്പ് പോലത്തെ ഒരു അവയവം ഇവിടെ എടുത്തു വെക്കുന്നെന്ന് പറഞ്ഞു. ആ സമയം തന്നെ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം 2 കിലോ വെയിറ്റ് എടുക്കരുത്, പൊടി അടിക്കരുത്, പുക അടിക്കരുത് എന്നൊക്കെ പറഞ്ഞതാ. 60 കിലോ വെയിറ്റ് അതിൽ കൂടാൻ പാടില്ല. ഇന്ന് അത്ഭുതകരമായിട്ട് എൻ്റെ കർത്താവ് എല്ലാ രീതിയിലും ആരോഗ്യപരമായിട്ടൊന്നും ഒരു കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്തപ്പോൾ മുഴുവൻ ലങ്സും അവിടെ വന്നിട്ടുണ്ട്. എക്സ്റേ എടുത്തപ്പോൾ ഈ ഇടയ്ക്ക് ജലദോഷം വന്നപ്പോൾ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ്റെ ലെവൽ നോക്കിയപ്പോൾ ഒരു നോർമൽ വ്യക്തിയുടെ റീഡിംഗ് ആണ് കാണിച്ചത്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു 2 കിലോ സവാള എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കടയിൽ നിന്ന് വീട്ടിലോട്ട് പോയിട്ട് എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ വയ്യായിരുന്നു. ഞാൻ ആ സമയത്ത് തറയെ വെച്ചിട്ട് കരയണോ എടുത്തെറിയണോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു. ഇന്നെൻ്റെ കർത്താവ് 15 കിലോ വെയിറ്റ് ആണെങ്കിലും ഞാൻ ഈ സൈഡ് കൊണ്ടെടുത്താൽ ഒരു കുഴപ്പവും പൊടി അടിക്കരുതെന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇന്നൊരു റൈസ് മില്ല് നമ്മുടെ വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കർത്താവ് അത്ഭുതകരമായിട്ട് സാമ്പത്തികമായിട്ടും ഒക്കെ തകർന്ന അവസ്ഥയിലാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ ഇന്ന് 5 പൈസ പോലും കടമില്ലാതെ എൻ്റെ കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തുന്ന യേശു സൃഷ്ടിക്കുന്നവനാണ്. പോയ അവയം സൃഷ്ടിച്ചു തരും. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നിങ്ങൾ കേട്ടില്ലേ? എത്ര അത്ഭുതകരമായ സൗഖ്യങ്ങളും സാക്ഷ്യങ്ങളുമാണ് നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, യേശു എത്ര നല്ലവനാണ്. ഇന്ന് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ മതിയായവനാണ്. അതുകൊണ്ട് നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികളായിട്ട് വന്നവർ, രോഗികളായിട്ടിരുന്ന് എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ഒട്ടും നിരാശപ്പെടരുത്. യേശു നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. അവന് ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് ദൈവവചനം പറഞ്ഞു. ഒരു മാറ്റവും ഇല്ലാത്തവൻ.
ആ യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും, സൗഖ്യം തരും. അപ്പോൾ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നൊക്കെ കർത്താവ് വിടുവിക്കും. ദുഃഖത്തെ മാറ്റി മഹാസന്തോഷം കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൊണ്ടുവന്ന് നിറയ്ക്കും. ഇപ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ രോഗബന്ധനങ്ങളെ എൻ്റെ യേശു അഴിക്കും, നിങ്ങൾക്ക് പൂർണ്ണമായ സൗഖ്യം തരും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ടെന്ന് ദൈവവചനം പറയുകയാണല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ ശാരീരികമായിട്ടുള്ള എല്ലാ രോഗങ്ങളും അഴിഞ്ഞു മാറട്ടെ. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോണുകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകട്ടെ. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഈ നിമിഷം തന്നെ അപ്രത്യക്ഷമാകുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ലിവർ സംബന്ധമായ രോഗികൾ ഈ നിമിഷം തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ അവരുടെ മേൽ സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ. ഡയബറ്റീസ് മൂലം കണ്ണുകളുടെ കാഴ്ച മങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അവിടുന്ന് അത്ഭുത സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ആ ഡയബറ്റീസ് രോഗികൾ സൗഖ്യമായിട്ട് ഷുഗർ ലെവൽ നോർമലാകുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ഈ നിമിഷം തന്നെ അവരുടെ മേലുള്ള സകല രോഗബന്ധനങ്ങളും, കാഴ്ച തകരാറുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പൂർണ്ണമായ സൗഖ്യം ഞാൻ കൽപ്പിക്കുന്നു. കർത്താവെ, ശ്വാസം മുട്ടലുകൾ ഈ നിമിഷം തന്നെ വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യം. ആസ്മാറ്റിക് ആയിട്ടുള്ള വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നു. ശ്വാസം വിടുവാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നല്ലോ. കർത്താവെ, അവർക്കും അവിടുന്ന് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഓരോരുത്തരുടെ മേലും പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമായി തകർച്ചകൾ വിട്ടുമാറട്ടെ. കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി വിടുവിക്കണമേ. കുടുംബ ബന്ധങ്ങൾ തകർന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ഇടപെടണം. യേശുവിൻ്റെ നാമത്തിൽ തകർന്ന കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ യോജിക്കട്ടെ. അവർക്ക് മാനസാന്തരമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കാൻ സ്തോത്രം. അത്ഭുത വിടുതലുകൾ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ, നിങ്ങളുടെ ശരീരങ്ങളിൽ ആ സൗഖ്യം വെളിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, കുടുംബ തകർച്ചകളെ കർത്താവ് ഇടപെട്ടിരിക്കുകയാണ്. അവിടെ പിരിഞ്ഞു പോകണമെന്ന് വളരെ വാശിയോടെ നിൽക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും. ഉടൻ തന്നെ ഫോൺ കോൾ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ആത്മാവിൽ അറിയാം, കർത്താവ് ആ വ്യക്തികളുടെ ഹൃദയങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഒട്ടും നിരാശപ്പെടരുത്. ആത്മഹത്യയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, പക്ഷെ അത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് ആ കുടുംബ പ്രശ്നത്തെ ഓർത്ത് നിങ്ങൾ ഇനിയും വേവലാതിപ്പെടേണ്ട. കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തോത്രം. സൗഖ്യങ്ങൾ കിട്ടിയവർ, അത്ഭുത സാക്ഷ്യങ്ങൾ ലഭിച്ചവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെയും കൂടെ അറിയിക്കണം. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്കത് വളരെ പ്രോത്സാഹനവുമാണല്ലോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ തുടർന്നും ഈ നമ്പറുകളിൽ വിളിക്കുവാൻ ഒട്ടും മടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.